എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ക്യാപ്റ്റനെ കാണിക്കുന്നു. അവനാവട്ടെ നമ്മുടെ ഉണ്ടപ്പന്റെ തൊട്ടടുത്തുള്ള ആ ഒരു പയ്യനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റന് വിശ്വസിക്കാൻ കഴിയില്ല അവന്റെ ബ്രദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇവിടെ കുട്ടപ്പൻ ആ ഒരു ഉണ്ടപ്പനെ പുറത്തെടുക്കാനായിട്ട് നെറ്റ് ഓരോന്നായിട്ട് കടിച്ചു പറിക്കാൻ തുടങ്ങും. അത് കണ്ട് വില്ലൻ ചിരിക്കുമെങ്കിലും നമ്മുടെ കുട്ടപ്പൻ വിട്ടുകൊടുക്കാൻ റെഡിയാവില്ല. അവൻ വീണ്ടും വീണ്ടും ആഞ്ഞ് കടിച്ചു പറിക്കും. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നെറ്റ് മുറിയില്ല. പക്ഷെ അവന്റെ പല്ല് മുഴുവൻ പറഞ്ഞുപോയി ഒരു കിളവനെ പോലെ ആയിത്തീരും. കാര്യം വഷളാകുന്നു മനസ്സിലാക്കിയ നമ്മുടെ വില്ലനാവട്ടെ കുട്ടപ്പൻ അങ്ങനെ തന്നെ ഇപ്പൊ ഒരു നെറ്റില് ചുരുട്ടിയെടുത്ത് അവനെ വലിച്ചങ്ങനെ പിടിക്കും. അപ്പത്തേക്കും വില്ലന്റെ പുറകിൽ നിന്ന് ഇപ്പൊ എന്തോ വലിയ ശബ്ദം കേൾക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോ സാക്ഷാൽ നമ്മുടെ കുട്ടപ്പൻ. അപ്പൊ വില്ലന് പിടികിട്ടും അവൻ ഇത്രയും നേരം ഇറുക്കി പിടിച്ചത് അത് കുട്ടപ്പന്റെ വെറും ഒരു ക്ലൗണിനെ ആയിരുന്നു എന്ന്. കുട്ടപ്പൻ കൈ ചുരുട്ടി മടക്കി വന്ന് അങ്ങനെ ഒരു ഒറ്റ അടി അടിക്കും. ആ അടിയില് വില്ലനാവട്ടെ തെറിച്ചു പോവും. വില്ലൻ ഒരു മരത്തില് ലോക്കിട്ട് പിടിക്കുമെങ്കിലും മരം ഇടിഞ്ഞു വീണ് അവന്റെ ആ നെറ്റ് പോലും ഇപ്പൊ തകർന്നു പോവും. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ ചാടി അടിക്കാൻ നോക്കുമ്പോ അവരുടെ മെയിൻ വില്ലൻ സുറ അവൻ അവിടേക്ക് വരും. മെയിൻ വില്ലനെ കണ്ട ഉടൻ തന്നെ നമ്മുടെ ചോട്ടാ വില്ലനാവട്ടെ അവൻ വിളിച്ചു പറയും, ആ ഒരു ചെറിയ ചെക്കൻ ആ വെബിൽ കുടുങ്ങിക്കിടക്കുന്നവനറിയാം നമ്മുടെ കാശ് അത് മുഴുവൻ എവിടെയുണ്ടെന്ന്. അവനെ വിടാതെ പിടിച്ചോന്ന് പറയുമ്പോ ലീ ആവട്ടെ ഇപ്പൊ കറങ്ങി വന്ന് ചോട്ടാ വില്ലനെ ഇപ്പൊ തൊഴിച്ചങ്ങ് തെറിപ്പിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു മെയിൻ വില്ലൻ ശുര അവൻ കൂളായിട്ട് ഇപ്പൊ ആ കുഞ്ഞിച്ചക്കനെ തൂക്കിയെടുത്ത് പറന്നങ്ങ് പോവും. ക്യാപ്റ്റനും നമ്മുടെ ഉണ്ടപ്പനും ആവട്ടെ ഇപ്പൊ ഒരുപാട് വിഷമത്തില് അവനെ നോക്കി നിൽക്കും. നമ്മുടെ കുട്ടപ്പൻ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ കടിച്ചു പറിച്ച് ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പൻ വില്ലനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ക്യാപ്റ്റൻ ഓടി വന്ന് ഇപ്പൊ ഉണ്ടപ്പനോട് ചോദിക്കും, ആ പോയത് അതെന്റെ അനിയനല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ അന്ന് നീ എന്റെ അനിയനെ കൊന്നു കളഞ്ഞത്? ഇപ്പൊ അവൻ എങ്ങനെ ജീവനോട് കൂടെ തിരികെ വന്നു ചോദിക്കുമ്പോ അത് കേട്ട് പിള്ളേർ സെറ്റ് ആവട്ടെ ഇപ്പൊ ഓടി വന്ന് ക്യാപ്റ്റനോട് ചൂടാവാൻ തുടങ്ങും. അവൻ ആരെയും കൊന്നിട്ടില്ല. നിന്റെ അനിയനെയും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ഉണ്ടപ്പനാണ്. ഇത്രയും കാലവും ഞങ്ങളെ നോക്കി വളർത്തിയതും ഇവൻ തന്നെയാണ്. അപ്പോഴായിരിക്കും ഫ്ലാഷ് ബാക്കില് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുക. വർഷങ്ങൾക്ക് മുൻപ് ക്യാപ്റ്റന്റെ വീട് അത് കത്തിയെരിയുമ്പോ നമ്മുടെ ഉണ്ടപ്പനാവട്ടെ അവന്റെ അനിയന്റെ മൂക്കും വായും എല്ലാം തന്നെ അമർത്തി പിടിക്കും. കാരണം ആ ഒരു വിഷപ്പുക ശ്വസിച്ച് അവനൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവൻ അപ്രകാരം ചെയ്യുക. അപ്പൊ അതേ സമയം തന്നെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഉണ്ടപ്പനാവട്ടെ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കേൾക്കുമ്പോ ഇപ്പൊ ക്യാപ്റ്റന് ഒരുപാട് വിഷമാവും. ഇപ്പൊ പിള്ളേരെല്ലാം ഓടിക്കൂടി നമ്മുടെ ഗുണ്ടുമാമനെ അങ്ങനെ എഴുന്നേപ്പിക്കും. ഉഷടോ എന്റെ മുത്തിന് എന്തു പറ്റിയെന്ന് പറഞ്ഞ് കുട്ടികളെല്ലാവരും ഉണ്ടപ്പന്റെ വട്ടം കൂടി നിന്ന് അവനെ ശുശ്രൂഷിക്കാൻ തുടങ്ങും. ഇവിടെ ക്യാപ്റ്റൻ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കും. അവനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. അവൻ ഇത്രയും നാളും അവന്റെ അനിയൻ മരിച്ചു പോയെന്നാണ് കരുതിയത്. ഇപ്പൊ തിരികെ കിട്ടിയപ്പോ അവനെ വില്ലന്മാര് അങ്ങനെ തന്നെ തൂക്കി എടുത്തോണ്ട് പോയി. അവൻ ഒട്ടനെ എഴുന്നേറ്റ് ഇപ്പൊ കാട്ടിലൂടെ മുൻപോട്ട് നടക്കാൻ ആരംഭിക്കും. അവൻ കൂളായി പോകുന്നത് കണ്ട് ഇപ്പൊ കുട്ടപ്പൻ വിളിച്ചു ചോദിക്കും, നീ എവിടേക്കാ പോണേ? അതിനവൻ പറയും, എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ അനിയനെ കണ്ടുപിടിക്കണം. അതിന് കുട്ടപ്പൻ പറയും, നീ വെറുതെ കാട്ടിലൂടെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ഒരു ഉണ്ടപ്പന് അവരുടെ താവളം കറക്റ്റായിട്ട് അറിയാം. ഇവനിലൂടെ അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്റെ അനിയനെ വീണ്ടെടുക്കാമെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അതിന് ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ട് പറയും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്റെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായ കൂട്ടത്തിലുള്ള ഒരുത്തനാണിവൻ. അതുകൊണ്ട് ഒരിക്കലും എനിക്കിവന്റെ സഹായം ആവശ്യമില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്റെ അനിയനെ കണ്ടുപിടിക്കും. അത് കേട്ട് ഉണ്ടപ്പൻ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, എന്നെ ഒരു ബ്രദറായിട്ട് കണക്കാക്കി ഞാൻ പറയുന്നത് ദയവായിട്ട് കേൾക്കണം. എനിക്ക് മാത്രമേ അവരുടെ രഹസ്യ സങ്കേതം അറിയൂ. നിന്റെ അനിയനെ വീണ്ടെടുത്തതിന് ശേഷം നിനക്കെന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. അതുവരെയെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അവനെ കണ്ടുപിടിക്കാനായിട്ട് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ കാട്ടില് വലിയൊരു കോട്ട. അതിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാള് ഇപ്പൊ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. അകത്തായിട്ട് ആ ഒരു മെയിൻ വില്ലൻ ആവട്ടെ അവന്റെ കൊട ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കുഞ്ഞി പയ്യനെ അടിച്ച് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനോട് ഒരുപാട് നേരം ആ മോഷ്ടിച്ച പണമൊക്കെ അതെവിടെയാൻ ചോദിക്കുമെങ്കിലും അവനൊരു അക്ഷരം പോലും പറയാതെ അങ്ങനെ തന്നെ നിൽക്കും. അത് കാണുമ്പോ കലിപ്പ് കയറി മെയിൻ വില്ലൻ ആവട്ടെ അവനെ ഇപ്പൊ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ അതേ സമയത്ത് നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഒരു കോട്ടയുടെ തൊട്ടടുത്തെത്തും. ഉണ്ടപ്പൻ കൈനീട്ടി കാണിച്ചു കൊടുക്കും. ആ ഒരു കോട്ടയാണ് ആ വില്ലന്മാരുടെ ആവാസ കേന്ദ്രം. തീർച്ചയായിട്ടും ക്യാപ്റ്റന്റെ അനിയനെ അവിടേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോയിരിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ ക്യാപ്റ്റൻ ആവട്ടെ
കത്തിയെടുത്ത് മുൻപോട്ട് ഓടാൻ തുടങ്ങും. കുട്ടപ്പനുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി ക്യാപ്റ്റനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിലും ക്യാപ്റ്റൻ ആവട്ടെ അതൊന്നും വകവയ്ക്കാതെ ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിലായിട്ട് വില്ലന്മാർ വെച്ച ഒരു കെണിയില് ഇപ്പൊ ബെല്ല് മുഴങ്ങാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ വില്ലന്മാർക്ക് പിടികിട്ടും ഇപ്പൊ ആരോ കോട്ടയെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന്. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ എല്ലാവരെയും കൂട്ടി ക്യാപ്റ്റന്റെ പുറകെ ഓടുമ്പോ അവിടുന്ന് വില്ലന്മാരാവട്ടെ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. വില്ലന്മാര് ചാടി വീണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുമ്പോ ലീ വിളിച്ചു പറയും, കുഴപ്പമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു കുഞ്ഞിച്ചക്കനെ രക്ഷിക്കാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ എല്ലാവരെയും ലീ അകത്തേക്ക് വിടും. നമ്മുടെ ആൾക്കാർ ഓടി വന്ന് ആ കോട്ടയ്ക്കകത്ത് കയറുമ്പോ നടുക്കായിട്ട് ഒരുപാട് അട്ടികെട്ടി അവശനായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കുഞ്ഞിച്ചക്കനെ ഇപ്പൊ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും കാണും. അവന്റെ കിടപ്പ് കണ്ട് ഇപ്പൊ ക്യാപ്റ്റന്റെ ഹൃദയം തകർന്ന് അവന്റെ അടുത്തേക്ക് ഓടുമ്പോ നോ, അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ നമ്മുടെ ഉണ്ടപ്പന് ഓടും. അവര് രണ്ടുപേരും ഇപ്പൊ കുഞ്ഞിപ്പയ്യന്റെ അടുത്തെത്തുമ്പോ വില്ലനാവട്ടെ വലിയൊരു ഇരുമ്പ് സെല്ലില് ഇപ്പൊ അവർ രണ്ടുപേരെയും അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കും. വില്ലന് കലി കയറി, നിന്റെ അനിയനെ ഞാൻ എത്ര ഇടിച്ചിട്ടും അവൻ സത്യം പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ മുഴുവനായിട്ടും തീയിട്ട് വില്ലൻ പുറത്തേക്ക് ഓടും. അത് കണ്ട് ഉണ്ടപ്പനാവട്ടെ, കുട്ടപ്പാ അവന് വിടരുത്, എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാൻ പറയും. അത് കേട്ടപാടെ കുട്ടപ്പനാവട്ടെ ആ വില്ലന്റെ പുറകെ ഇപ്പൊ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ ഓടി വരുന്ന കണ്ട നമ്മുടെ മെയിൻ വില്ലൻ അവൻ കൊട നിവർത്തി മുകളിലേക്ക് പറക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് ചാടാൻ തുടങ്ങും. കട്ട് ചെയ്ത ഉണ്ടപ്പനാവട്ടെ ആ ഒരു കമ്പി അതങ്ങനെ വലിച്ചു പിടിച്ച് ഇപ്പൊ വളച്ചെടുക്കാൻ തുടങ്ങും. ഒരു വിധത്തില് അവൻ മുക്കി മുക്കി ഇപ്പൊ ജട്ടി വരെ കീറുന്ന അവസ്ഥയിലെത്തും. പക്ഷെ എന്നാലും അവൻ വിട്ടുകൊടുക്കില്ല. അവൻ ഒരു വിധത്തില് കൈയിട്ട് ആ ഒരു കുഞ്ഞിപ്പയ്യനെ അങ്ങനെ തന്നെ തൂക്കിയെടുക്കും. പക്ഷെ ഇവിടെ ക്യാപ്റ്റൻ ആവട്ടെ തീ കത്തുന്ന കണ്ട് അവൻ വിറച്ചു നിൽക്കുകയാണ്. ഇവിടെ കൊടയും പിടിച്ചുപോയി വില്ലൻ ഇപ്പൊ താഴേക്ക് നോക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് ചാടി ചാടി വരുന്നതായിട്ട് വില്ലൻ കാണും. വില്ലൻ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരുപാട് ബ്ലേഡുകള് അവർക്ക് നേരെ വലിച്ചെറിയും. അതിൽ കുട്ടപ്പന്റെ 4 ക്ലൗൺസ് വടിയായി പോവെങ്കിലും കുട്ടപ്പനാവട്ടെ ഇപ്പൊ റെസൻ ഗൺ പവർ എടുത്ത് അങ്ങനെ ചാടി വന്ന് ആ ഒരു വില്ലന്റെ വയറ്റിൽ തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് വില്ലൻ കറങ്ങി അടിച്ച് താഴേക്ക് വീഴും. ഗ്യാപ്പില് കുട്ടപ്പനാവട്ടെ വില്ലന്റെ കൊടയെ തൂങ്ങി ഇപ്പൊ ഹായായിട്ട് താഴേക്ക് വരും. ഇവിടത്തെ ആളി പടരുമ്പോ നമ്മുടെ ഉണ്ടപ്പനാവട്ടെ ആ ഒരു കുഞ്ഞിച്ചക്കന്റെ മുഖവും മൂക്കും അങ്ങനെ അമർത്തി പിടിക്കും. അപ്പൊ ക്യാപ്റ്റന് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. അന്ന് യഥാർത്ഥത്തില് എന്റെ അനിയനെ ഇവൻ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അവനുടനെ കത്തി ഊരിയെടുത്ത് ഇപ്പൊ അവന്റെ സ്വന്തം കാലിൽ തന്നെ കുത്തി അങ്ങോട്ട് കയറ്റും. കാരണം അന്നുണ്ടായ ഷോക്കിന് ശേഷം അവന് തീ കാണുമ്പോ ഇപ്പൊ ഭയാണ്. അത് കുറയ്ക്കാനായിട്ടാണ് കത്തിയെടുത്ത് അവന്റെ കാലിൽ തന്നെ ഇപ്പൊ കുത്തി അങ്ങോട്ട് കയറ്റിയത്. അങ്ങനെ ക്യാപ്റ്റന് അവന്റെ അനിയനെ കിട്ടി. ഉണ്ടപ്പനാവട്ടെ അവന്റെ വില്ലൻ കൂട്ടുകാരിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെടാനും പറ്റി. അങ്ങനെ വില്ലന്മാരുടെ കോട്ട ഇടിഞ്ഞു വീണ് അതിനെ നോക്കി നിൽക്കാണ് നമ്മുടെ എല്ലാ സ്വത്തുമണികളും. കുട്ടപ്പൻ കൊടയെ തൂങ്ങിക്കിടന്ന് ഇപ്പൊ കറങ്ങി കറങ്ങി അങ്ങനെ എടുത്തടിച്ച് ഇപ്പൊ ഒരു വേസ്റ്റ് കൊട്ടയിൽ വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കാട്ടിലേക്ക് നമ്മുടെ ഉണ്ടപ്പനും ടീംസും വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന പിള്ളേര് സെറ്റ് ഇപ്പൊ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. പക്ഷെ ഉണ്ടപ്പൻ അവനിപ്പോ ക്യാപ്റ്റന്റെ മുൻപിലേക്ക് വന്നു നിന്ന്, നിനക്കിപ്പോ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ശിക്ഷയാണെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. ക്യാപ്റ്റൻ അവനോട് ഒടുങ്ങാത്ത പകയാണ്. പക്ഷെ എങ്കിലും ക്യാപ്റ്റൻ പറയും, ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് കപ്പൽ തകർന്നു, അതിൽ വില്ലൻ ഉണ്ടപ്പൻ അവൻ മരിച്ചുപോയി എന്നൊരു റിപ്പോർട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പനും അവന്റെ പിള്ളേർക്കും ഒരുപാട് സന്തോഷാവും. അപ്പൊ ക്യാപ്റ്റൻ അവൻ അങ്ങനെ തിരിഞ്ഞിട്ട് അവൻ ഇത്രയും കാലം സൂക്ഷിച്ച ആ ഒരു കീ ചെയിൻ അതവന്റെ കുഞ്ഞനുജന്റെ കയ്യില് ഇപ്പൊ വെച്ചു കൊടുക്കും. എനിക്കറിയാം നീ ഇവിടെ നിന്റെ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് ഹാപ്പിയാണെന്ന്. തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഇടയ്ക്ക് വന്ന് കാണുന്നു പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇപ്പൊ ക്യാപ്റ്റൻ ആവട്ടെ മുഖം തിരിച്ച് പതിയെ നടന്നു നീങ്ങും. അങ്ങനെ അവസാനമായിട്ട് ഇപ്പൊ കുട്ടപ്പനും ടീംസും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുറെ മുൻപോട്ട് പോകുമ്പോഴായിരിക്കും കുട്ടപ്പൻ ഒരു കാര്യം പിടികിട്ടുക. ഇത് കാടാണ്, ഇവിടുന്ന് പുറത്തെത്തണമെങ്കിൽ ആ ഒരു ഉണ്ടപ്പന്റെ ഹെൽപ്പ് വേണം. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് തിരിഞ്ഞ് ലീന നോക്കുമ്പോ അവനാവട്ടെ വിശന്ന് താഴെ വീണ് ഓ ഷിറ്റ് എന്ന് പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.